ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഒരു കാറ് തുടക്കക്കാര് റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടി നല്ല തിരക്കുള്ള റോഡിലായിക്കോട്ടെ, അല്ലെങ്കിൽ ട്രാഫിക് ഉള്ള റോഡിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് റോഡിലൂടെയും നമ്മുടെ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്തും കാർ ഡ്രൈവിംഗിൽ നമ്മുടെ അറിവില്ലായ്മ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വലിയ അപകടത്തിലേക്ക് നമ്മുടെ വണ്ടിയെ എത്തിക്കാൻ അല്ലെങ്കിൽ നമ്മളെ എത്തിക്കാനായിട്ടുള്ള സാധ്യത ഡ്രൈവിംഗിൽ കൂടുതലാണ്. അത്തരത്തിൽ ഒരുപാട് ബിഗിനേഴ്സ് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കാറ് നിർത്താൻ പറയുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ആദ്യം ഇങ്ങനെ ബ്രേക്ക് ചവിട്ടി കൊടുക്കരുത്. ഒരുപാട് തുടക്കക്കാർക്ക് പ്രത്യേകിച്ചും തിരക്കുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ഇങ്ങനെ ചവിട്ടി വലിയ അപകടങ്ങൾ പല ആൾക്കാർ റോഡിൽ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് സൂക്ഷിച്ച് ചവിട്ടാനായിട്ട് പഠിക്കണം. അത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചവിട്ടേണ്ടതെന്ന് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ നല്ല തിരക്കുള്ള റോഡിൽ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ പരമാവധി കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. അതായത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് റോഡിന്റെ സാഹചര്യത്തിന് അനുയോജ്യമായിട്ടായിരിക്കണം നമ്മുടെ വണ്ടിയിൽ ബ്രേക്ക് ഉപയോഗിക്കേണ്ടത്. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ ഉണ്ട്. അത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കാലെടുത്ത് ഞാൻ ബ്രേക്കിലേക്ക് വെക്കുന്നു, ക്ലച്ച് ചവിട്ടി പൂർണ്ണമായിട്ട് ചവിട്ടി കൊടുക്കുന്നു, വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്ത് വാഹനം ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കൃത്യമായിട്ടും വണ്ടി നീങ്ങാനായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു, ഹാൻഡ് ബ്രേക്ക് താഴ്ത്തി കൊടുത്തിട്ടുണ്ട്, റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുകയാണ്. ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാഹനം മെല്ലെ ഇത് റോഡിലേക്ക് എടുക്കുകയാണ്. ഇപ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് വണ്ടി സ്ലോ ചെയ്തു. എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് അയച്ച് ഞാൻ എൻ്റെ വാഹനം ഇതുപോലെ ഞാൻ റോഡിലേക്ക് എടുത്തു. ഓക്കെ, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, ക്ലച്ച് പിടിക്കുന്നു, ഞാൻ എന്ത് ചെയ്തു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇനി വീണ്ടും വണ്ടിക്ക് സ്പീഡ് ആക്കുന്നു, ക്ലച്ച് ചവിട്ടി താഴ്ത്തിക്കൊണ്ട് തേർഡ് ഗിയറിലേക്ക് ഇടുകയാണ്. ഇപ്പം മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്. നിങ്ങൾ വാഹനം ഓടിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ തിരക്കുള്ള റോഡിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമ്മളുടെ കാല് ബ്രേക്കിലേക്ക് വരേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ ഇവിടെ ബ്രേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളിൽ പല ആൾക്കാർക്കും ബ്രേക്ക് ചവിട്ടുന്നതിൻ്റെ അളവ് എത്രത്തോളം കൊടുക്കണമെന്ന് അറിയത്തില്ല. ചിലരെന്ത് ചെയ്യും, ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഹാർഡായിട്ട് ബ്രേക്ക് ചവിട്ടും. ചിലർ ബ്രേക്കിലേക്ക് കാല് വെക്കത്തേ ഉള്ളൂ, ചവിട്ടി കൊടുക്കത്തില്ല. അപ്പം വണ്ടിയുടെ വേഗത കൂടി പോകുന്ന സാഹചര്യങ്ങൾ വരും. ചിലപ്പോൾ വണ്ടി മുന്നിലുള്ള വാഹനത്തെ ഇപ്പോൾ ഇടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഞാനിവിടെ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു, വീണ്ടും ഫോർത്തിലേക്ക് ഇടുന്നു. ഇപ്പം നിങ്ങൾ നോക്കി, എൻ്റെ കാല് ബ്രേക്കിലേക്ക് വെച്ച് ഞാൻ കുറച്ച് താഴോട്ട് താഴ്ത്തി ചവിട്ടി കൊടുത്തുകൊണ്ട് എൻ്റെ വണ്ടിയുടെ ടയറിൻ്റെ കറക്കത്തെ ഞാൻ കുറയ്ക്കുകയാണ്. അതിനർത്ഥം ഹാർഡായിട്ടുള്ള ബ്രേക്ക് അല്ല ഞാൻ ചെയ്തേക്കുന്നത്. ഒപ്പം തന്നെ വണ്ടിയുടെ കറക്കം, ടയറിൻ്റെ കറക്കം കുറയുന്നു എന്ന് അറിയുമ്പോൾ ഞാൻ പതിയെ ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുത്തും ഇതുകൊണ്ട് ഇപ്പം വണ്ടി നീങ്ങുന്നു. ഇപ്പം ഞാൻ ബ്രേക്ക് ശരിക്കും പറഞ്ഞാൽ കാല് ബ്രേക്ക് വെച്ചിട്ടേ ഉള്ളൂ. ഇനി വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ഒന്ന് ഇത്തിരി കൂടെ താഴ്ത്തി കൊടുത്തതുകൊണ്ട് വണ്ടി ഞാൻ സ്ലോ ചെയ്ത് കൊടുത്തു. ഓക്കെ, വീണ്ടും ഞാൻ ബ്രേക്കിൽ റിലീസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, വണ്ടിയുടെ ആ റണ്ണിങ് നിലനിർത്തി. അത് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ വലത്തെ കാല് ഉപയോഗിച്ച് ബ്രേക്കിനെ ഞാൻ ഇവിടെ ബാലൻസ് ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ നമുക്ക് ബ്രേക്കിനെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയണം. ഇനി നിങ്ങളിൽ പല ആൾക്കാർക്കും സംഭവിക്കുന്ന ഒരു വലിയ അബദ്ധം, ഒരു മിസ്റ്റേക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. നിങ്ങൾ ഇതുപോലെ വാഹനമൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത്, ഇപ്പം ഞാൻ ഇവിടെ തേർഡിൽ നിന്ന് ഫോർത്തിലേക്ക് ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു. നമ്മളിങ്ങനെ നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരികയാണ്. നമ്മുടെ വണ്ടി പെട്ടെന്ന് ഒരു തിരക്കേറിയ ഒരു ജംഗ്ഷനിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. മുന്നിൽ പോകുന്ന ഒരു ബസ്സോ ലോറിയോ പെട്ടെന്ന് അങ്ങ് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു, അല്ലെങ്കിൽ മുന്നിൽ നിർത്തിയതായിട്ട് കാണുന്നു. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളിൽ പല ആൾക്കാരും ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ബ്രേക്കിലേക്ക് കാലെടുത്ത് വെച്ച് ബ്രേക്ക് മാത്രം ചവിട്ടി എന്ത് ചെയ്യും, വണ്ടിയുടെ വേഗത തീർത്തും കുറയ്ക്കും. അപ്പം മുന്നിലൊരു ബസ്സായിരിക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ബ്രേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്ത് വണ്ടി അങ്ങ് നിർത്തും. അപ്പോൾ എന്ത് ചെയ്യും, വണ്ടി പെട്ടെന്ന് ഇതുപോലെ എഞ്ചിനിടിച്ച് ഓഫായി പോകും. ഒരു കാരണവശാലും പുറകിൽ നിന്ന് വരുന്ന ഒരു വാഹനം നമ്മുടെ വണ്ടി ഇത്തരത്തിൽ അപ്രതീക്ഷിതമായിട്ട് നിൽക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഓഫ് ആകാതിരിക്കാനും നിങ്ങൾക്ക് കോൺഫിഡൻസോടെ വണ്ടി നിർത്താനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ്. വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. വീണ്ടും വണ്ടിക്ക് സ്പീഡ് ആക്കുന്നു, തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിൽ നമ്മുടെ വണ്ടി ഇങ്ങനെ വരികയാണ്. വീണ്ടും വണ്ടിക്ക് സ്പീഡ് ആക്കുന്നു, ഞാൻ എന്ത് ചെയ്തു, ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു. ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇതുകൊണ്ട് ഇപ്പോൾ ഇവിടെ മുന്നിലായിട്ട് ഒരു വണ്ടി ഉണ്ടെങ്കിൽ ബ്രേക്കിലേക്ക് വന്ന് നമ്മൾ വണ്ടി സ്ലോ ചെയ്യുന്നതിനോടൊപ്പം ഇതുകൊണ്ട് ക്ലച്ചും കൂടെ ചവിട്ടി പിടിക്കുകയാണ്. എന്നിട്ട് തേർഡിലേക്ക് ഇട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് നമ്മൾ വണ്ടി മൂവ് ആക്കി. കാരണം മുന്നിലുള്ള വണ്ടി മൂവ് ആയതുകൊണ്ട് നമുക്ക് ക്ലച്ച് റിലീസ് ചെയ്ത് മൂവ് ആകാം. അപ്പം നമ്മൾ തേർഡ് അവിടെ കൊടുത്ത വാഹനത്തിൻ്റെ റണ്ണിങ് നിലനിർത്താനായിട്ട് എന്ത് ചെയ്യണം, ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത്
മുന്നിലുള്ള വാഹനം അവിടെ നിർത്താനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ കണ്ടാൽ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇറക്കം കൂടിയ റോഡാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബ്രേക്കിലേക്ക് ഇതുപോലെ വരിക. ബ്രേക്കിലേക്ക് ഇതുപോലെ വരുന്നതിനോടൊപ്പം എന്ത് ചെയ്യണം? ക്ലച്ചും കൂടെ ചവിട്ടുക. ക്ലച്ചും കൂടെ ചവിട്ടി എന്ത് ചെയ്യണം? നമ്മൾ പതിയെ ഇറക്കം കൂടിയ റോഡാണെങ്കിൽ ബ്രേക്കും ക്ലച്ചും കൂടെ ചവിട്ടി നമുക്ക് മുന്നിലെ കിടക്കുന്ന വാഹനത്തിൻ്റെ അടുത്തേക്ക് ഒരു വണ്ടി ഗ്യാപ്പിട്ട് നമ്മൾ പതിയെ അടുത്തേക്ക് വരിക. എന്നിട്ട് എന്ത് ചെയ്യണം? ആ വണ്ടി നിന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിർത്തുക. ഇനി വാഹനം നിന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പതിയെ ബ്രേക്ക് റിലീസ് ചെയ്ത് ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തി ഓടിക്കാം. ഈ ടെക്നിക്ക് നിങ്ങൾ പ്രയോഗിക്കുക. ഇനി നിങ്ങൾ വാഹനം ഓടിച്ചു വരുന്ന സമയത്ത് നിരപ്പായിട്ടുള്ള റോഡിലാണ് ഇത്തരത്തിലുള്ള ട്രാഫിക് വരുന്നതെങ്കിലും എന്ത് ചെയ്യണം? ബ്രേക്കിനോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലച്ച് അങ്ങ് ചവിട്ടി നമ്മൾ പതിയെ ആ വാഹനത്തിന്റെ അടുത്തേക്ക് എത്തുക. എത്തുന്നതിനനുസരിച്ച് നിങ്ങൾ വരുന്ന ഗിയർ തേർഡിലാണെങ്കിൽ എന്ത് ചെയ്യണം? പതിയെ സെക്കൻഡ് ഗിയറിലേക്ക് നേരത്തെ കൊടുത്തങ്ങ് റെഡി ആയിട്ട് നിൽക്കുക. എന്നിട്ട് മുന്നിൽ പോകുന്ന വാഹനം എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബ്രേക്ക് പതിയെ അയച്ചുകൊണ്ട് റണ്ണിങ് നിലനിർത്തി ക്ലച്ച് അയച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിൽ തന്നെ നീങ്ങാം. ഇനി മുന്നിൽ പോകുന്ന വാഹനം അവിടെ നിർത്തിയെന്ന് തോന്നിയാൽ നമ്മൾ ബ്രേക്കിനോടൊപ്പം ഇതുണ്ട് ക്ലച്ചും കൂടെ ചവിട്ടി പതിയെ ഫസ്റ്റ് ഗിയറിലേക്ക് വന്ന് നമ്മുടെ വണ്ടി ഇങ്ങനെ നിർത്തണം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഗിയർ ഇടാൻ പല ആൾക്കാരും മറന്നുപോകും. അപ്പം ഫസ്റ്റ് ഗിയറിലേക്ക് നമ്മൾ കൊടുത്ത് റെഡി ആയിട്ട് നിൽക്കുക. എന്നിട്ട് മുന്നിൽ പോകുന്ന വണ്ടി നീങ്ങിയാൽ ഉടൻ തന്നെ ബ്രേക്ക് അയച്ച് ക്ലച്ച് അയച്ച് പതിയെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയെ നീക്കാനായിട്ട് കഴിയും. ഇനി അതുപോലെ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട്. നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരിക്കലും ബ്രേക്ക് ഇടരുത്. ഇങ്ങനെ ഒരിക്കലും ബ്രേക്ക് ഇടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനം നല്ല തിരക്കുള്ള ഒരു ട്രാഫിക്കിൽ ഡ്രൈവ് ചെയ്യണം. നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ വാഹനം എടുത്തു പോവാണ്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇവിടെ നമുക്കൊരു തിരക്കുള്ള ട്രാഫിക്കായിട്ട് നിങ്ങൾ അങ്ങ് സങ്കല്പിക്കുക. ഇവിടെ ഫ്രണ്ടിലായിട്ട് ഒരുപാട് വണ്ടി ഉണ്ടെന്ന് നിങ്ങൾ കരുതുക. അപ്പം ഞാനിവിടെ വണ്ടി ഇവിടെ നിർത്തി. എൻ്റെ വാഹനത്തിന് മുന്നിൽ കുറേ വാഹനങ്ങൾ ഇങ്ങനെ പതിയെ പോകുന്നു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തു. എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു. മുന്നിൽ പോകുന്ന വണ്ടി അങ്ങ് നീങ്ങി എന്ന് കരുതി കഴിഞ്ഞാൽ പലരും ചെയ്യുന്ന ഒരു മെത്തേഡ്, ഇനി വണ്ടി അങ്ങ് നിർത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് മാത്രം എടുത്ത് ചവിട്ടി നിർത്തും. ഇങ്ങനെ ചവിട്ടുമ്പോൾ എന്ത് ചെയ്യും? വണ്ടി അവിടെ എഞ്ചിൻ ഇടിച്ച് ഓഫ് ആവും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ബ്രേക്ക് ചവിട്ടരുത്. നിങ്ങൾ അവിടെ വണ്ടി നിർത്താനായിട്ട്, അതായത് നമ്മളൊരു ട്രാഫിക്കിൽ വണ്ടി അനങ്ങി പോകുന്ന സമയത്ത് വണ്ടി നിർത്താനായിട്ട് ആദ്യം കയറി ബ്രേക്ക് അല്ല ചവിട്ടേണ്ടത്. നിങ്ങൾ ആദ്യം ക്ലച്ചാണ് ചവിട്ടേണ്ടത്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു. ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സ്പീഡിലാണ് വണ്ടി പോകുന്നത്. വണ്ടിക്ക് റണ്ണിങ് കുറവാണ്. മുന്നിൽ പോകുന്ന വണ്ടി പതിയെ അനങ്ങി പോകുന്നു. അതിനനുസരിച്ച് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ കയറി പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയാൽ എന്ത് ചെയ്യും? വണ്ടി നിൽക്കും. അപ്പം എഞ്ചിൻ ഇടിച്ച് നിൽക്കും. അപ്പം നമ്മൾ ആദ്യം ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വന്ന് വണ്ടി നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ആകത്തില്ല. കാരണം എന്താണ്? നമ്മുടെ വണ്ടി പതിയെയാണ് പോകുന്നത്. അപ്പോൾ പതിയെ പോകുന്ന ഒരു വാഹനത്തെ നിർത്താനായിട്ട് നിങ്ങൾ ആദ്യം ക്ലച്ച് ചവിട്ടുക, രണ്ടാമത് ബ്രേക്കിലേക്ക് വരിക. ഇത് ട്രാഫിക്കിൽ എടുക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഇനി വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഞാൻ ക്ലച്ച് അയച്ചെടുത്തു. വണ്ടി വീണ്ടും നിർത്താനായിട്ട് ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്നു. വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു. വീണ്ടും വണ്ടി നിർത്താനായിട്ട് ഫസ്റ്റ് ക്ലച്ച് ചവിട്ടി രണ്ടാമത് ബ്രേക്കിലേക്ക് വന്നു. ഇനി നമ്മുടെ വണ്ടി ആവറേജ് സ്പീഡിൽ പോകുന്ന സമയത്താണ് വണ്ടി നിർത്തേണ്ടതെങ്കിലോ, ഇപ്പം ഞാൻ ഇവിടെ സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു, തേർഡിലേക്ക് ഇടുന്നു. എൻ്റെ വണ്ടി ഇപ്പം ഇങ്ങനെ തേടി വരുന്ന സമയത്ത് എനിക്ക് സൈഡ് ഒതുക്കി നിർത്തണം. അപ്പം ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുകയാണ്. അപ്പോൾ എൻ്റെ വണ്ടിയുടെ റണ്ണിങ് കുറയ്ക്കാനായിട്ട് ഫസ്റ്റ് ബ്രേക്കിലേക്കാണ് നമ്മൾ വരുന്നത്. അവിടെ നമ്മൾ ബ്രേക്ക് വന്ന് വണ്ടിയുടെ വേഗത കുറഞ്ഞ് വേഗത വരുന്നെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പതിയെ ക്ലച്ചും കൂടെ ചവിട്ടി നമുക്കിതുണ്ട് ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടി സൈഡിലേക്ക് ചേർത്ത് നമ്മുടെ വണ്ടി നിർത്താനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെ ബ്രേക്കിനെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഞാൻ ഈ പറഞ്ഞ അറിവുകൾ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒരുപാട് പ്രയോജനം ചെയ്യും. ഇതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ഡ്രൈവിങ്ങിൽ പ്രയോഗിക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ബൈ.